ഹലോ. ഇന്നേ നമുക്ക് വിസ്കീനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നതിന് പകരം ഇന്ന് നമുക്കൊരു വിസ്കി ട്രൈ ചെയ്ത് കളയാം. ജോൺ ഡ്യൂവേഴ്സ് 15 വർഷം പഴക്കമുള്ള ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കി. ഇതാണ് സാധനം. ഓക്കെ, ഇത് തുറന്ന് ഇതിൻ്റെ പഴയ പാക്കിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ ഗോൾഡും അതൊക്കെ ഇപ്പം ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലല്ല വരുന്നത്. ഇത് കുറച്ച് പഴയ പാക്കിംഗ് ആണ്. അപ്പം നമ്മൾ ഒരു വിസ്കി ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ കൂടെ ഒരു സ്നാക്സ് വേണം അല്ലേ. സ്നാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടച്ചിങ്സേ. അപ്പം ഞാനൊരു ചെറിയൊരു റെസിപ്പിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എൻ്റെ റെസിപ്പി ഒന്നുമല്ല, മറ്റൊരു എന്താ പറയുക, ഒരു റെസ്റ്റോറൻറ്റ് പോയ സമയത്ത് അവിടെ കണ്ടൊരു റെസിപ്പി ആയിരുന്നു. അത് പിന്നീട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ട്രൈ ചെയ്തു. നന്നായെന്ന് കണ്ടുകൊണ്ട് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കൊണ്ടത്. അപ്പോൾ അതിന് വേണ്ട ആദ്യത്തെ സാധനമാണ് ചോക്ലേറ്റ്. ഓക്കെ, ഇതൊരു ഫുഡ് പെയറിങ്ങും കൂടി കേട്ടോ. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ചോക്ലേറ്റ് അല്ല, നല്ല കയ്പുള്ള ചോക്ലേറ്റ്. ഇത് 90% ഡാർക്ക് ചോക്ലേറ്റ് ആണ്. പക്ഷേ നിങ്ങൾ അത്രയും വാങ്ങണമെന്ന് ഞാൻ പറയില്ല. കാരണം ഒരു 17-ൻ്റെയും 18-ൻ്റെ ഇടയിൽ വാങ്ങുക. എപ്പോഴും 17-ൻ്റെ മുകളിലേക്ക് വാങ്ങുക. പക്ഷേ 18-ൻ്റെ മുകളിലേക്ക് പോകേണ്ട. കാരണം എന്താ വെച്ചാൽ ഭയങ്കര കയ്പായിരിക്കും. അത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ചോക്ലേറ്റ്. പിന്നെ വേണ്ട സാധനമാണ് ഒരു പൈനാപ്പിൾ. ഓക്കെ, അതൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. പിന്നെ ചീസ്. ഓക്കെ, ചീസ് ഇതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. കുറച്ച് ടൂത്ത് പിക്ക്. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനെ ക്യൂബായിട്ട് എല്ലാം കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ചേ ആവശ്യമുള്ളൂ, ചോക്ലേറ്റ് ഒന്ന് കടിച്ച് വെക്കാനുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഉള്ളതാണ് പൈനാപ്പിൾ ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. പിന്നെ വേണ്ടതാണ് നമ്മളുടെ ചീസും അതുപോലെ തന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനമാണ് റെഡ് ചെറി. എനിക്ക് നല്ല ചെറി കിട്ടിയില്ല കേട്ടോ ഇപ്രാവശ്യം. ഞാൻ പോയ കടയിൽ നല്ല ചെറിയില്ലായിരുന്നു. ഇത് വളരെ ചെറിയ ചെറിയാണ്. സാധാരണ കുറച്ച് വലുപ്പമുള്ള ചെറി കിട്ടും, നല്ല ഫ്രഷ് ആയിട്ടുള്ള. ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയിപ്പോയി. എന്നാലും നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വാങ്ങുക, ചെറി വാങ്ങുക, കുറച്ച് വലുത് വാങ്ങുക. പിന്നെ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടൂത്ത് പിക്കിലേക്ക് സ്ക്യൂ ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ആദ്യം എന്തായാലും പൈനാപ്പിൾ വെക്കണം അതായത് ഇവിടെ. പിന്നെ നടുക്ക് നമ്മുടെ ചീസ്, പിന്നെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പാരിങ്. ഓക്കെ, ഇത് നമ്മൾ വിചാരിക്കും ഒരു ചെറിയ സാധനമല്ലേന്ന്, പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ സത്യമായിട്ടും ഇത് നന്നായി ട്രൈ ചെയ്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നേരെ വിസ്കിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ അവിടെ വെച്ചിട്ടേ സ്ഥലം കുറച്ച് കുറവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ് ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കി. നമ്മുടെ ജോൺ ഡ്യൂവേഴ്സ് 40% ABV. ഇത് ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഗോൾഡൻ പാക്ക് ഒരു എനിക്കൊന്ന് സ്പെഷ്യൽ എഡിഷനോ എന്തോ ആണ്. ഇപ്പം ഇങ്ങനത്തെ പാക്കിംഗ് അല്ല വരുന്നത്, വേറെ എന്തോ ഒരു പാക്കിംഗ് അതേമാതിരി. പക്ഷേ ടിൻ തന്നെയാണ് തോന്നുന്നു. ഇത് 15 വർഷം പഴക്കമുള്ള വിസ്കിയാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും വിസ്കി ഇത് അടിക്കുന്നത് കൊണ്ട് ഓൺ ദ റോക്സാണ് അടിക്കുക. അപ്പം നിങ്ങളോട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. വിസ്കി നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഓൺ ദ റോക്സ് കഴിക്കുകയാണെങ്കിലും ഈ ഒരു പാരിങ് വെച്ച് കഴിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, വിസ്കി വായിൽ വെച്ചതിന് ശേഷം ഫുൾ നാക്കിൽ തട്ടത്തക്ക വിധത്തിൽ വെച്ചിട്ട് മെല്ലെ ഇറക്കണം. ഓക്കെ, അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് ഒരു ചെറിയ പീസ് വായിൽ കടിച്ച് വയ്ക്കാം. ഭയങ്കര കയ്പാട്ടോ. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐസ്. എനിക്ക് ഐസ് വേണം. ഐസ് ഇല്ലാതെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നീറ്റാണ് ഞാൻ സാധാരണ അടിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ ഈ ഒരു പെയറിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഐസ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് സിംഗിൾ ഐസ് ക്യൂബാണ്. ഇത് എന്താ പറയുക, കുറച്ചത് പൊട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഞാൻ വെച്ചപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു സിംഗിൾ ഐസ് ക്യൂബാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് 60 ആണ്. എൻ്റെ വായിലിപ്പോഴും ചോക്ലേറ്റ് ഉണ്ട്. ഞാനൊരു ചെറിയ പീസും ചോക്ലേറ്റും കൂടെ കടിക്കുന്നുണ്ട് കേട്ടോ. എന്നതിന് ശേഷം ഒരു 60 എടുക്കുക. ഇതോ 60. അതിൻ്റെ മേലെ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു വിടുക. ഓക്കെ, എന്നതിന് ശേഷം അപ്പോൾ തന്നെ ഈ സാധനങ്ങളൊക്കെ പൂട്ടി വെക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വീണ് പൊട്ടിയാൽ വലിയ പണിയാണ്. ഇതൊരു ചോപ്സ്റ്റിക്കാണ്. നിങ്ങളുടെ അടുത്ത് സ്റ്റെയിനർ മറ്റേ ഇളക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അതിൽ ഇളക്കുക. ഇത് തൽക്കാലത്തേക്ക് ഞാനൊരു ചോപ്സ്റ്റിക്ക് എടുത്താണ്. ഓക്കെ, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വിട്ടാൽ മതി, അധികം വേണ്ട. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇത് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം ചിയേഴ്സ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
വാവ്, പ്യൂർ ഹണി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു സിട്രസി ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അതിങ്ങനെ മെല്ലെ ഇറക്കുമ്പോൾ കുറച്ചൊരു സ്മോക്കി ഫീൽ വരുന്നുണ്ട്. പക്ഷേ അടിപൊളി. ഹണീൻ്റെ ടേസ്റ്റാണ് മെയിനായിട്ട് വരുന്നത്. ഞാൻ സാധാരണ എന്താ ചെയ്യാമെന്നറിയോ, ഈ കമ്പനി പറയുന്ന ഫ്ലേവേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കും. ഇന്ന് വരെ എനിക്ക് മുഴുവൻ ഫ്ലേവേഴ്സും കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും എപ്പോഴും ഒന്നെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഒന്നെങ്കിലും കിട്ടും, 1-2 കിട്ടും. അതിൽ കൂടുതൽ അവർ പറയുന്ന ഒരു സാധനം ഇതുവരെ കിട്ടും. പക്ഷേ ഞാൻ എല്ലാ വിസ്കി ട്രൈ ചെയ്യുമ്പോൾ ഞാൻ അത് ട്രൈ ചെയ്യാറുണ്ട്. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഈ സാധനം എടുക്കുക. ഓക്കെ, മൊത്തമായിട്ട് അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ ഈ സാധനം വീട്ടിൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയാം. അത് വിസ്കി എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ഇതേ സ്റ്റൈലിൽ ട്രൈ ചെയ്യാം. പിന്നെ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, ഈ സ്ക്യൂവറിലൊക്കെ വെക്കുന്നത് എന്താണെന്നറിയാം, ഒരു ബാർ എഫക്റ്റ് വൈബ് കിട്ടാനാണ്. ഇതൊന്നും ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കും. വേറെ പാത്രത്തിലൊക്കെ എല്ലാം കൂടെ ഓരോന്നോരോന്ന് എടുക്കുക, ഒരുമിച്ച് വയലിടുക. പിന്നെ ഒരു രസം, നമുക്കൊരു വൈബൊക്കെ വേണ്ടേ, അതിനാണല്ലോ നമ്മൾ ഈ വിസ്കിയൊക്കെ കുടിക്കുന്നത്. രണ്ടാമത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് ജോണി വാക്കറോ ബാലൻറ്റൈൻസോ ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ, ഞാൻ ജോൺ ഡ്യൂർ ആണല്ലോ, ഡ്യൂവേഴ്സ് 15 ഇയേഴ്സാണ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ജോണി വാക്കർ ട്രൈ ചെയ്യാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു സിനമനിലെ കറുവപ്പട്ട, അതിൻ്റെ ഒരു പീസ് ഇതിലൊഴിക്കുമ്പോൾ തന്നെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കുക. കുടിക്കുന്നതിന് മുമ്പ് അതെടുത്ത് മാറ്റി വെച്ചേക്കണം. അത് വെച്ചിട്ട് കുടിക്കരുത്. അധികം നേരം വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ പഞ്ചാണ്. ഇനി അടുത്തൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ബിയർ കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഇതിനെ അങ്ങോട്ട് ഒഴിവാക്കുക. ഈ സാധനം മാൾട്ട് ബിയറാണ് കഴിക്കുന്നതെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ പറയണം. എനിക്കിഷ്ടമായി ഈ സാധനം. അപ്പം എല്ലാവർക്കും ചിയേഴ്സ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.